എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മൈ ലൈഫ് മൈ ഗ്ലാം എന്നാണ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കിട്ടിയ ഒരു കഥ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. കാരണം ഞങ്ങളുടെ കല്യാണം ജനുവരി മാസം 13-ാം തീയതി ആയിരുന്നു. 13-ാം തീയതി ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് 23-ാം തീയതി ഗുരുവായൂരപ്പനെ കാണാൻ പോയി. ഗുരുവായൂരപ്പനോട് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ചു, കണ്ടു തൊഴുതു. പണ്ട് ഞാൻ ഗുരുവായൂരപ്പനെ കാണാൻ പോയിട്ടുണ്ട്. അന്ന് ഞാൻ ഗുരുവായൂരപ്പനെ ചെന്ന് കണ്ട് പ്രാർത്ഥിച്ചു പോകുന്നതാണ്. അപ്പം ഞാൻ ഓൾറെഡി ക്രിസ്ത്യനാണ്, എങ്കിൽ പോലും ഗുരുവായൂരപ്പനോട് വലിയൊരു ആരാധനയുള്ള ആളാണ് ഞാൻ. അതിനുശേഷം കല്യാണത്തിന് ശേഷം ഗുരുവായൂരപ്പനെ പോയി കണ്ടപ്പോൾ ഇത്രയും നാളായിട്ട് എന്താ വരാത്തേ എന്നുള്ളൊരു മുഖഭാവത്തോടു കൂടിയായിരുന്നു അന്ന് ഗുരുവായൂരപ്പൻ ഉണ്ടായിരുന്നത്. എങ്കിലും ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചു, ഗുരുവായൂരപ്പ കണ്ണ അടുത്ത വർഷം ഒരു കുഞ്ഞുമായി വരാൻ സാധിക്കണേ. കുഞ്ഞുമായിട്ട് വന്ന് കുഞ്ഞിൻ്റെ കൈകൾ കൊണ്ട് തന്നെ അവിടെ നിന്ന് കിട്ടിയതാണ് ഈ ബോക്സിലുള്ളത്. അതായത് ഈ ബോക്സിൽ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കിട്ടിയ ഒരു കാര്യമാണുള്ളത്. എന്താണെന്ന് വെച്ചാൽ അവിടെ നമ്മൾ ഗുരുവായൂരപ്പന് മഞ്ചാടിക്കുരുവും കുന്നിക്കുരുവും സമർപ്പിക്കുമല്ലോ. കുന്നിക്കുരു മഞ്ചാടിക്കുരു സമർപ്പിക്കുമ്പോൾ നമ്മളത് വാരിയിട്ട് കൊടുത്ത് ഭഗവാനോട് പ്രാർത്ഥിക്കുകയല്ലേ. അങ്ങനെ വാരിയിട്ട് കൊടുത്ത് ഭഗവാനോട് പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ എനിക്ക് തന്ന അനുഗ്രഹമാണ് ഇന്ന് എൻ്റെ ഉള്ളിൽ വളരുന്ന കുഞ്ഞ്. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം. അന്യ മതത്തിൽപ്പെട്ട ആളാണ് ഞാനെങ്കിൽ പോലും ഭഗവാൻ എൻ്റെ പ്രാർത്ഥന കേട്ടല്ലോ. അപ്പം ഞങ്ങൾ ജനുവരി മാസം പോയി ഗുരുവായൂരപ്പനെ കണ്ടു. ഗുരുവായൂരപ്പനെ അനുഗ്രഹിച്ചു തന്ന അവിടുന്ന് ഞാൻ അതായത് 4 കുന്നിക്കുരുവും 3 മഞ്ചാടിക്കുരുവും ഞാൻ ഭഗവാന്റെ അടുത്ത് നിന്ന് എടുത്തിട്ട് പറഞ്ഞു, ഭഗവാനെ അടുത്ത വർഷം ഈ കുന്നിക്കുരുവും മഞ്ചാടിക്കുരുവും എൻ്റെ കുഞ്ഞിൻ്റെ കൈകൊണ്ട് ഭഗവാനെ സമർപ്പിക്കാനുള്ള ഒരു അനുഗ്രഹം തരണേ എന്നാണ് പ്രാർത്ഥിച്ചത്. അതുപോലെ തന്നെ ആ പ്രാർത്ഥന ഗുരുവായൂരപ്പ കേട്ടു. അതിൽ വളരെ സന്തോഷമുണ്ട്. വളരെ സന്തോഷം പറഞ്ഞാൽ വളരെ സന്തോഷം. ഞാൻ നിങ്ങൾക്ക് ഈ ബോക്സിൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ അന്ന് കൊണ്ടുവന്ന് അതുപോലെ തന്നെ ഭദ്രമാക്കി വെച്ചിരിക്കുന്ന സാധനമാണ്. ഇനി കുഞ്ഞുവാവ ഉണ്ടായി ഗുരുവായൂർക്ക് എല്ലാവർക്കും അത് കാണിച്ചു തരാം. പക്ഷേ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അനുഗ്രഹമായിരുന്നു അത്. ഞാൻ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം ചെന്നപ്പോൾ പിണങ്ങിയിരുന്ന ഭഗവാൻ പിണക്കമായിരുന്നു എൻ്റെ അടുത്ത്. ആ ഒരു മുഖഭാവമായിരുന്നു അന്നുണ്ടായിരുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഇനി കുഞ്ഞുവാവ ഉണ്ടായി വാവയ്ക്കും എനിക്കും ചേട്ടനൊക്കെ ഗുരുവായൂർക്ക് ചെല്ലാൻ പറ്റുന്ന സമയമാകുമ്പോൾ ഇത് ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ കൈ കൊണ്ട് തന്നെ, അതായത് ഞങ്ങളുടെ കുഞ്ഞിൻ്റെ കൈ കൊണ്ട് തന്നെ ഭഗവാനെ സമർപ്പിച്ചേക്കാം എന്ന് നേർന്ന് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. ആ മാസം തന്നെ എനിക്ക് വിശേഷമാവുകയും ചെയ്തു. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇത്രയും നാളും ഒരു കുഴപ്പവും കൂടാതെ 7 മാസം സ്റ്റാർട്ട് ചെയ്ത് ഒരു കുഴപ്പവും കൂടാതെ നന്നായിട്ട് പോകുന്നു. ഇനിയും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും എന്നെനിക്ക് ഒരുപാട് വിശ്വാസമുണ്ട്. കാരണം വെച്ചാൽ എനിക്ക് ഇങ്ങനെ ഒരു അനുഗ്രഹം കിട്ടിയെന്ന് പറയുമ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമാണ്. മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതിലും ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞാനൊരു മതത്തെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല, ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. എനിക്കുണ്ടായ അനുഗ്രഹമാണ് ഇത്. ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കല്യാണ ഷർട്ടാണ്. അതുകൊണ്ടാണ് കല്യാണ ഷർട്ടിനകത്ത് തന്നെ എടുത്തത് ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ച് അടുത്ത പ്രാവശ്യം പോകുമ്പോൾ കുഞ്ഞുമായിട്ട് പോകുമ്പം സമർപ്പിക്കാമെന്ന് കരുതിയിട്ട്. ഇതാണ് എനിക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ. ഞാൻ ചെന്നപ്പം മുഖഭാവം കണ്ടപ്പം പിണങ്ങിയിരുന്ന ഭഗവാൻ എനിക്കൊരു അനുഗ്രഹത്തോടു കൂടി എന്നെ പറഞ്ഞു വിട്ടത്. ആ മാസം തന്നെ ഞാൻ പ്രഗ്നൻ്റായി. വളരെ സന്തോഷമുണ്ടായിരുന്നു. ഭഗവാന്റെ അടുത്ത് പോയിട്ട് വന്ന മാസം തന്നെ പ്രഗ്നൻ്റായി. അടുത്ത വർഷം കുഞ്ഞുമായിട്ട് ചെല്ലാലോ എന്നുള്ളൊരു വളരെയധികം സന്തോഷമുള്ളൊരു കാര്യം. അപ്പം നിങ്ങൾ ഗുരുവായൂരപ്പനിൽ വിശ്വാസം ഉള്ളവരുണ്ടാകാം. എല്ലാവരോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഏത് ദൈവത്തെ വേണമെങ്കിലും നമുക്ക് ആരാധിക്കാം, സ്തുതിക്കാം. അവരെ മനസ്സറിഞ്ഞ് വിളിച്ചാൽ എന്തായാലും നമ്മുടെ വിളി കേൾക്കും. അപ്പം ഈ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എന്താണെന്ന് ഞാൻ കാണിച്ചു തന്നല്ലോ. എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് കാണണം, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഞാൻ എപ്പോഴും സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്നത്. ചെറിയ എന്തെങ്കിലും ഒരു വരുമാനം കിട്ടിയാൽ ഞങ്ങൾക്കൊരു വീടൊക്കെ വാങ്ങിക്കാമല്ലോ, അങ്ങനെയൊക്കെ ഒരു ചിന്തയൊക്കെ ഉണ്ട്. നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടെങ്കിലല്ലേ അടുത്ത വീഡിയോ ഇടുമ്പോൾ ഞങ്ങൾക്ക് അതിലും സന്തോഷം കിട്ടുള്ളൂ. പിന്നെ നിങ്ങളുടെ പിന്തുണയുണ്ടെന്നൊക്കെ ഉള്ളപ്പം
ഞങ്ങൾക്കതിൽ വളരെ സന്തോഷമുള്ളൂ. എല്ലാവരും എൻ്റെ വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം.